Hello and welcome to the second and last episode of Meghalaya series. സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ട്രെക്കിങ്ങിന് ശേഷം ഞങ്ങൾ ഈവനിങ് എക്സ്പ്ലോർ ചെയ്യാൻ പോയത് ഗാർഡൻ ഓഫ് കേവ്സിലേക്കാണ്. ചിറാപുഞ്ചിക്ക് അടുത്തുള്ള ചെറിയ ഗുഹകളാലും വെള്ളച്ചാട്ടങ്ങളാലും പ്രശസ്തമായ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗാർഡൻ ഓഫ് കേവ്സ്. ഗാർഡൻ ഓഫ് കേവ്സ് മുഴുവനായും എക്സ്പ്ലോർ ചെയ്ത് അതിലെ 11ഓളം വ്യൂ പോയിൻറ്റ്സും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം 2 കിലോമീറ്ററോളം വരും. എല്ലാ വ്യൂ പോയിൻറ്റ്സിലേക്കും കല്ല് പാകിയ നടപ്പാതകളും കെട്ടിയൊരുക്കിയ സ്റ്റെപ്പുകളുമുണ്ട്. ഓരോ വ്യൂ പോയിൻറ്റ്സിലേക്കുമുള്ള എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും വെൽ മാർക്ക്ഡ് ആണ്. മേഘാലയയിൽ എവിടെയും റോഡിലും മറ്റിടങ്ങളിലും അങ്ങനെ വേസ്റ്റ് ഒന്നും കാണാറില്ല. അത് ഇവിടുത്തെ നേറ്റീവ് ആളുകൾ ക്ലീനിങ്ങിനും വേസ്റ്റ് മാനേജ്മെൻറ്റിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ബാംബൂ കൊണ്ടുണ്ടാക്കിയ വേസ്റ്റ് ബിൻ. മേഘാലയയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും റോഡ് സൈഡുകളിലും ഈ ബാംബൂ വേസ്റ്റ് ബിന്ന് കാണാറുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടുത്തെ പേരുകളെല്ലാം അവരുടെ നേറ്റീവ് ലാംഗ്വേജിലെ പേരുകളാണ്. വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായി നമ്മളൊരു കേവാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഏകദേശം 100-150 മീറ്ററോളം നീളമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേവാണിത്. ഏഷ്യയിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഏരിയയാണ് സോറ, ചിറാപുഞ്ചി, മൗസൻ റാം എന്നിവ. വർഷങ്ങളായിട്ടുള്ള മഴയിലും വെള്ളത്തിൻ്റെ ഒഴുക്കിലും ലൈം സ്റ്റോണിലും പാറകളിലും ഒക്കെ വെള്ളമൊഴുകിയാണ് ഈ കാണുന്ന ചെറിയ അരുവികളും ഈ കേവ് ഫോർമേഷൻസും വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ കേവ്സിനൊക്കെ ഇവിടുത്തെ ട്രൈബൽ കഥകളിലൊക്കെ ഒരു റോളുണ്ട്. ഇവരുടെ ട്രൈബൽ ലീഡേഴ്സിൻ്റെയും ഇവിടുത്തെ രാജാക്കന്മാരുടെയും ഒക്കെ ഫോക്ക് ലോറുകളിലൊക്കെ ഈ കേവുകളെ പറ്റിയും വെള്ളച്ചാട്ടങ്ങളെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രൈബൽ ലീഡേഴ്സ് റെസ്റ്റ് ചെയ്തിരുന്ന ഗുഹകളുണ്ട്, രാജാക്കന്മാരും ട്രൈബൽ ലീഡേഴ്സും ഒക്കെ കുളിച്ചിരുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വെള്ളമൊഴുകുന്ന കുഞ്ഞരുവികളുണ്ട്. അങ്ങനെ മേഘാലയയിലെ ട്രൈബൽ സ്റ്റോറീസുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഗാർഡൻ ഓഫ് കേവ്സ്. ഗാർഡൻ ഓഫ് കേവ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇടം അല്ല, ഒരുപാട് കേവ്സും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ കൂടിയുള്ള ഒരു വലിയൊരു ഏരിയയെ മൊത്തം വിളിക്കുന്ന പേരാണ് ഗാർഡൻ ഓഫ് കേവ്സ്. കേവിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് സ്ലിപ്പറിയാണ്. കാരണം പാറയിടുക്കുകളിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. മഴക്കാലം അല്ലെങ്കിൽ പോലും ഇവിടെ വെള്ളം തുള്ളി തുള്ളിയായി കിനിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്തുള്ളത് ആലോചിച്ച് നോക്കും. ഇതാണ് കേവിൻ്റെ പുറത്തേക്കുള്ള എക്സിറ്റ്. നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക്. ഇതൊരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം കുറച്ച് വെള്ളം കുറവാണ്.
അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ തടാകമാണ്. ഗാർഡൻ ഓഫ് കേവ്സിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. നല്ല തെളിഞ്ഞ നീല കളർ വെള്ളമാണ് ഈ തടാകത്തിലുള്ളത്. ഇവിടെ നീന്താൻ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് തൊട്ടപ്പുറത്തൊരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് 50 രൂപയാണ് ലൈഫ് ജാക്കറ്റിൻ്റെ വാടക. ലൈഫ് ജാക്കറ്റ് വാടകയ്ക്ക് എടുത്ത് നമുക്ക് ഈ തടാകത്തിൽ നീന്താവുന്നതാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെയുണ്ട്, റൂമൊക്കെ ഉണ്ട്. ഡിസംബർ ടൈമിൽ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ആ റിസ്കിന് നിന്നില്ല. ഇതാണ് അടുത്ത പോയിന്റ്. നാച്ചുറൽ കേവ് ഫോർമേഷനിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിനെ പോലെയുള്ളൊരു നാച്ചുറൽ കേവ് ഫോർമേഷനാണിത്. ഇവിടുന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. അവിടേക്കുള്ള വഴി ട്രീ ടോപ്സിലൂടെ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പാലം പോലത്തെ സ്ട്രക്ചറുണ്ട്. അതിന് മേലെ കൂടെയാണ് അടുത്ത സ്പോട്ടിലേക്കുള്ള വഴിയുള്ളത്. ഈ മുള കൊണ്ടുണ്ടാക്കിയ ഈ പാലം ഓൾമോസ്റ്റ് മരങ്ങളുടെ എല്ലാം തലയുടെ ഹൈറ്റിലാണ്. അത് നല്ല ഹൈറ്റിലാണ്. നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ മരങ്ങളെല്ലാം താഴെയാണ്. അപ്പം മരങ്ങളുടെ ടോപ്പിലൂടെയുള്ളൊരു യാത്രയാണ് ഈ മുള കൊണ്ടുണ്ടാക്കിയ പാലം. നല്ല ഭംഗിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വെള്ളം. ഗാർഡൻ ഓഫ് കേവ്സിൽ വരുന്ന എല്ലാവരും ഇത് എന്തായാലും വന്ന് കാണേണ്ടതാണ്. അവിടുത്തെ വെള്ളം കുറച്ചെങ്കിലും ഒന്ന് രുചിച്ച് നോക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് കുടിച്ചു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്. ഒരു ഹാർട്ട് ഷേപ്ഡ് റോക്കാണിത്. നാച്ചുറൽ റോക്ക് ഫോർമേഷനാണ്. ഹാർട്ട് ഷേപ്പിലാണ് ഇതുള്ളത്. അവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് കോയിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഗാർഡൻ ഓഫ് കേവ്സിൽ നിന്ന് തിരിച്ചു പോകും വഴി കണ്ട ഒരു മനോഹരമായ ഒരു സൺസെറ്റ് പോയിൻ്റാണിത്. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ദൗക്കി വഴി ഷ്നോബ്ഡെങ്ങിലേക്കുള്ള ഞങ്ങളുടെ നെക്സ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ദൗക്കി വഴി ഷ്നോബ്ഡെങ്ങിലേക്കാണ്. ഷ്നോബ്ഡെങ്ങിൽ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷ്നോബ്ഡെങ്. ഇതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് പോയിന്റിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ വാക്കിംഗ് സ്റ്റിക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വാടക വാങ്ങണമെന്നും ആരും ഇല്ല. ഇവിടെ എല്ലാം ഒരു വിശ്വാസത്തിലാണ് നടക്കുന്നത്. അവിടെ ഒരു കുഞ്ഞ് ബോക്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ QR കോഡ് ഉണ്ട്. അവിടുത്തെ റെൻ്റ് അവിടെ ഡിസ്പ്ലേഡ് ആണ്. അത് ആ QR കോഡിലേക്കോ ബോക്സിലേക്കോ നിക്ഷേപിച്ചാൽ മതി. തിരിച്ച് പോകുന്ന വഴി ആ വാക്കിംഗ് സ്റ്റിക്കുകൾ അവിടെ തിരിച്ചേൽപ്പിക്കാം. ഇതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. നമ്മുടെ സിംഗിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജും ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജുമെല്ലാം ഒരുപാട് സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വലിയൊരു ട്രക്കിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അത് കാണാൻ പോകാൻ പറ്റിയെന്ന് വരില്ല. അവർക്കെല്ലാം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ഇവിടേക്ക് നടന്നെത്താൻ ഒരുപാട് ദൂരമൊന്നുമില്ല. ഒരു 50 മീറ്റർ നടന്നാൽ മതി. വലിയ സ്റ്റെപ്പുകളോ ഇറക്കമോ ഒന്നുമില്ല. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മൗലിങ്യോങ്ങിലേക്കാണ്. ലിവിങ് റൂട്ട് ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ് മൗലിങ്യോങ്. ഈ വില്ലേജിലെ വീടുകളാണിത്. എല്ലാ വീടിൻ്റെ മുന്നിലും നല്ല പൂക്കളും ചെടികളും ഒക്കെ ഒരുക്കി, വഴികളെല്ലാം സൂപ്പർ വൃത്തി.
അവിടേക്ക് ചെന്നാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്നതെന്ന്. ഇവിടെ ഹോം സ്റ്റേയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള അവസരമുണ്ട്. അത്യാവശ്യം വലിയൊരു വില്ലേജാണ്. നമ്മൾ നടന്ന് തന്നെ കാണണം. വില്ലേജിൻ്റെ ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഹോട്ടൽസൊക്കെ ഉള്ളത്. അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇത് മേഘാലയയിലെ ഒരു ട്രൈബൽ ഹൗസ് മോഡൽ അവരെ ഡിസ്പ്ലേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മുളകൊണ്ട് കെട്ടിയൊരുക്കിയ ഒരു ഏർമാടമാണ്. ഏകദേശം 2-3 നില ഹൈറ്റിൽ കെട്ടിയൊരുക്കിയ ഏർമാടമാണിത്. കയറി പോകാൻ എളുപ്പമാണ്, ഇറങ്ങി വരുമ്പോഴാണ് കുറച്ച് പേടിയാവുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏർമാടം എക്സ്പ്ലോർ ചെയ്യാൻ കയറി. ഓൾമോസ്റ്റ് മേലേക്ക് എത്തുന്തോറും ഈ കെട്ടിവെച്ച മുളകളൊക്കെ നമ്മളെ വെയിറ്റ് വരുമ്പം ചെറിയ ക്രിക്കിങ് സൗണ്ട് ഉണ്ടാവും. സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയാണ്. അങ്ങനെ മൗലിംഗം വില്ലേജ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ദൗക്കിയിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് ഷ്നോബ്ഡങ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു ബോട്ടിംഗ് സ്പോട്ടാണ്. ബോട്ടിംഗ് പ്ലസ് ടെൻറ്റ് സ്റ്റേ എല്ലാം ഓഫർ ചെയ്യുന്നൊരു സ്ഥലമാണത്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് തിരക്കാവുന്നതിന് മുന്നേ തന്നെ ഷ്നോബ്ഡങ്ങിലെ തൂക്കുപാലവും റിവറും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഈ റിവറിൻ്റെ പേര് ഉമിയങ്കോട്ട് റിവർ എന്നാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മേഘാലയ ടൂറിസം അല്ലെങ്കിൽ മേഘാലയ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു തോണിയുടെ ആയിരിക്കും. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെള്ളം, അതായത് തോണി എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തരുന്നൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനുള്ള ഫോട്ടോസ് അത് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഉമിയങ്കോട്ട് റിവർ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. അടിയിലെ പാറകളും മീനും എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാം. ഷ്നോബ്ഡങ്ങിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടിംഗ് ആണ്. 400 രൂപയാണ് ഒരാൾക്കുള്ള ബോട്ടിംഗ്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ടാവും. ഇവിടെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് വില്ലേജേഴ്സാണ്. എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. ആർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള തോണികളോ സ്റ്റേകളോ ഒന്നുമില്ല. എല്ലാം എവറിത്തിങ് ഈസ് ഓൺഡ് ബൈ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോമിൻ്റെയോ അല്ലെങ്കിൽ ടെൻറ്റിൻ്റെയോ കോർഡിനേറ്റർ എടുത്ത് പറഞ്ഞാൽ മതി, അവർ സെറ്റാക്കി തരും. ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ ബോട്ടിങ്ങിൻ്റെ കൗണ്ടറിൽ, അവിടെ റിവർ സൈഡിൽ തന്നെയാണ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 400 രൂപയാണ് ഫീസ്. അവിടെ തന്നെ എത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ബോട്ടിൽ തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഏകദേശം ഈ ഉമിയങ്കോട്ട് റിവറിലൂടെ ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററോളം നമ്മൾ മുന്നോട്ട് പോകും. പോകുന്ന വഴിയെല്ലാം വെള്ളത്തിൽ അടിയിലുള്ള പാറകൾ, വലിയ വലിയ പാറകൾ, സൈഡിലെല്ലാം നല്ല ഹൈറ്റിൽ വലിയ പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് പണ്ടുകാലത്ത് വെള്ളത്തിലേക്ക് നദിയിലേക്ക് പതിച്ച പാറകൾ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ രാവിലെ എക്സ്പ്ലോർ ചെയ്തിരുന്ന ബ്രിഡ്ജ്. രാവിലെ വെയിലാവുന്നതിന് മുന്നേയുള്ള ഈ ബോട്ട് യാത്ര നല്ല രസമാണ്. ഇനി കാണാൻ പോകുന്നതാണ് ഈ ബോട്ട് റൈഡിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്. ഉമിയങ്കോട്ട് റിവറിൽ തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. വലിയ വലിയ പാറകൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. കാണുമ്പോൾ വെള്ളം വലിയ ഹൈറ്റിലേക്കല്ല പതിക്കുന്നതെങ്കിലും നല്ല അടിയൊഴുക്കാണ്. മേലെ നിന്ന്
കുത്തിയൊലിച്ച് വരുന്ന വെള്ളം വന്നിട്ട് നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട് ഈ ഏരിയയിൽ. നമ്മുടെ ബോട്ട് ചേട്ടൻ നല്ല സ്കിൽഡ് ബോട്ട് ഡ്രൈവറാണ്. പുള്ളി വളരെ സ്റ്റേബിളായിട്ട് തന്നെയാണ്, ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിൽ പോലും നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് ബോട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബോട്ടിലെ ചേട്ടൻ വെള്ളച്ചാട്ടത്തിനോട് കുറച്ചുകൂടെ നല്ല രീതിക്ക് ബോട്ട് അടുപ്പിച്ചു. വെള്ളം ഫോഴ്സിൽ വന്ന് പതിക്കുന്ന ആ സൗണ്ടും നല്ല തണുപ്പും ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ആ ഫീലിങ്ങും എല്ലാം കൊണ്ടും ഈ ഒരു ബോട്ട് റൈഡ് അമേസിങ് എക്സ്പീരിയൻസ് ആണ്. ഷ്നോബ്ഡെങ്കിൽ വരുന്ന എല്ലാവരും ഈ ഒരു ബോട്ട് റൈഡ് നിർബന്ധമായും കണ്ടിരിക്കണം അല്ലെങ്കിൽ ചെയ്തിരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഷ്നോബ്ഡെങ്കിൽ സ്റ്റേ ചെയ്തിരുന്നത്. ഇതൊരു 2 ബെഡ്റൂം വീടാണ്. അതിലൊരു റൂമാണ് ഞങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷ്നോബ്ഡെങ്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഷില്ലോങ്ങിലെത്തി. ഡിസംബർ 31 ന്യൂ ഇയർ ഈവനിങ് നൈറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഷില്ലോങ്ങിലാണ്. ന്യൂ ഇയറിനെ വരവേൽക്കാനായി ഒരുപാട് ഡെക്കറേഷൻസും തോരണങ്ങളും ലൈറ്റും എല്ലാം വെച്ച് ഷില്ലോങ് പുതു ഇയറിനെ വരവേൽക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും ന്യൂ ഇയർ ഷില്ലോങ്ങിൽ സ്പെൻഡ് ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മുടെ ഫ്ലൈറ്റ് ആസാമിലെ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നാണ്. അപ്പം 1-ാം തീയതി രാവിലെ തന്നെ നമ്മൾ ഷെയർഡ് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് യാത്രയാവുന്നു. ഇത് ഞങ്ങൾ ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷില്ലോങ്ങിൽ. അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടി. ഒരു ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ്. ഒരു സിംഗിൾ റൂം, ഒരു ബാത്റൂം, ചെറിയൊരു ബാൽക്കണി, നല്ല റൂമാണ്. ഇതാണ് ഞങ്ങളുടെ Airbnb എന്നുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോഴേക്കും ഗുവാഹട്ടി എയർപോർട്ടിലെത്തി. ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക്. അങ്ങനെ കാസിരംഗയിലെ സൂര്യന് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക്. അങ്ങനെ മേഘാലയയുടെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഫോണിൽ നിറച്ച് ഞങ്ങൾ തിരിച്ച് ചെന്നൈ.